ഹായ് ഹലോ. കണ്ണെഴുതില്ല, ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. അപ്പം ഇതൊക്കെ എന്തിനാ നിങ്ങളോട് പറയുന്നതെന്ന് ചോദിക്കും. കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടിട്ട് മാത്രമേ വീഡിയോസിന് വരാവുള്ളൂ എന്ന് എൻ്റെ ഹബ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ എന്ത്, അപ്പോൾ നമ്മളായിട്ട് വരുന്നതല്ലേ. പിന്നെ ലിപ്സ്റ്റിക്കും കണ്ണൊന്നും ഇതല്ലേ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകുമ്പോഴുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് റിങ് മാറ്റി ഒരു മുത്ത് പോലത്തെ ഒരു സംഭവം. വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതുവരെ നൈറ്റ് പോളിഷ് ഇട്ടിട്ട് ആരും കണ്ടിട്ടില്ല. ഇതേ നൈറ്റ് പോളിഷ്. അപ്പം ചിലർ ചോദിക്കും നിനക്ക് നിസ്കരിക്കണ്ടേ ഇടയിൽ. അത് ഞാനും മൂപ്പരും തമ്മിൽ നോക്കിക്കോളൂ കേട്ടോ. നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുങ്ങളൊക്കെ ടെൻഷൻ ആവണ്ട. അപ്പം ജസ്റ്റ് ഞാനൊന്ന് വഴിയിലിട്ട് നോക്കിയതാണ്. ഞാനൊരു കോസ്റ്റ്യൂം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കളറ് മേടിച്ച് ഒന്ന് ട്രയലിട്ട് നോക്കിയതാണ്. അപ്പം അങ്ങനെയാണ്. നല്ല അടിപൊളി മഴ. ഞാൻ കണ്ടിട്ട് കണ്ണാടിയൊക്കെ ഉണ്ടോ. എൻ്റെ ഭർത്താവ് വിളിച്ചപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ആളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആളാരാ എന്താണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഭർത്താവ് മാത്രമല്ല വേറെയും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ഒരാൾ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാര്യം എന്താ വെച്ചാൽ ഒരാളെന്താ 2018 അങ്ങാണ്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. പക്ഷെ എങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യണം, എന്തൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. ഈ നാട്ടുകാരെ തെറി വിളിച്ചിട്ടും കമൻറ്റിന് മറുപടി തെറി വിളിച്ചിട്ടൊക്കെ ആയിരുന്നു ഇതുവരെ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ എന്നെ ഒരു എനിമിയായിട്ട് കണ്ട് എൻ്റെ എന്താ പറയുക, ഞാനൊന്ന് തുമ്മൽ അഴകുതാൻ പിമ്പിൾ അഴകുതാൻ എന്നുള്ള പാട്ട് കേട്ടില്ലേ, അതേപോലെ ഞാൻ തുമ്മിയാലും എൻ്റെ പുറകെ ആ തുമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് നടന്ന് ഞാൻ എങ്ങനെയാണോ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി അപ്പോഴാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാവുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യണം. പൊതുവേ കുറേ കാലം എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു. അപ്പം അതും നമ്മൾ ഒരു പരിധി വരെ അല്ലേ ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ വേറെ എന്തെങ്കിലും ടൂർ പോകുന്ന കാര്യങ്ങളൊക്കെ എടുത്തിടുമ്പം ഇവർക്കതിനും റിയാക്ഷൻ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ ആൾക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ചെയ്തപ്പം എനിക്കതിൽ പ്രൗഡായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ ഞാനൊരു 9ാം ക്ലാസ്സുകാരിയാണ്, എനിക്ക് വിദ്യാഭ്യാസമില്ല. ആദ്യം നമ്മളെ തിളക്കം സിനിമയിൽ ഹരിശ്രീ അശോകനൊക്കെ ഒരു നാടകം കളിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിനെ നീപ്പ പറയുന്നുണ്ട്, എന്താ ദുബായിയോ ഏടോന്ന് ചോദിച്ചിട്ട് പോയി കണ്ടിട്ട് വാടാ എന്നിട്ട് വർത്താനം പറയും. അതേപോലെ നീ പോയി 9ാം ക്ലാസ് എഴുതി വാടി എന്നിട്ട് വർത്താനം പറയും എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എൻ്റെ ശൈലി മനസ്സിലാക്കിയിട്ട് അതേപോലെ പെരുമാറേണ്ടി വരുന്നപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ കണക്കുകളൊക്കെ കാറ്റിലെങ്ങോ പാറിപ്പോയി. അതാണ് നമ്മൾ പറയല്, ഒരു മനുഷ്യനെയും നമ്മൾ കൊച്ചാക്കി കാണാൻ പാടില്ല. ഒരു മനുഷ്യരിലും ഒന്നുമില്ല എന്നുള്ള ചിന്താഗതിയും പാടില്ല. ഒരാളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പാഠം കിട്ടുക നിമിഷ നേരം കൊണ്ടായിരിക്കും. അതൊരു കുഞ്ഞിൻ്റെ അടുത്തു നിന്നാവാം, ഒരു വൃദ്ധയുടെ അടുത്തു നിന്നാവാം, ആരുടെ അടുത്തു നിന്നുമാവാം. അപ്പം നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കുന്ന പലരിൽ നിന്നും പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ജീവിതം നമ്മളെ പലതും പഠിപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഗൈസ്, ഞാൻ പൂനൂരാണ്. രാവിലെ തൊട്ടിട്ട് ചുമ്മാ ഇങ്ങനെ കഴിയും. വാപ്പായുടെ കൂടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോരോ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പം ദിയെ പോകാനുണ്ടായിരുന്നു, ഇങ്ങനെ ചായയൊക്കെ കുടിച്ചു, കുറച്ച് ഡ്രസ്സ് എടുത്തത് പുതിയ കോസ്റ്റ്യൂം കേട്ടോ. എനിക്കെന്തോ അവിടുന്ന് എടുത്തുകൊണ്ട് വന്നതൊക്കെ എനിക്കെന്തോ ഒരു കംഫർട്ടില്ലായ്മ എന്നല്ല, എനിക്ക് ഇവിടുത്തെ ഈ അന്തരീക്ഷം എല്ലാം കൂടി ആയിട്ട് എൻ്റെ ആ ഡ്രസ്സ് യോജിക്കാത്തൊരു. അപ്പം ഞാൻ വാപ്പിനോട് പറഞ്ഞു, വാപ്പി എനിക്ക് പുതിയ ഡ്രസ്സ് തന്നെ വേണം, കോട്ടൻ്റെ ചുരിദാർ മസ്റ്റാണ്. എൻ്റെ കയ്യിലുള്ള കോട്ടൺ പോലത്തതല്ല, കോട്ട് സെറ്റും അങ്ങനത്തെ പിടിച്ച ബനിയൻ ക്ലോത്തിൻ്റെ ഒക്കെ ഉണ്ട്.
പക്ഷെ ഞാൻ പറഞ്ഞെങ്കിൽ അതൊന്നും വേണ്ട, എനിക്ക് കോട്ടൺ ചുരിദാർ വാങ്ങി തരണം, എനിക്കൊന്ന് ശ്വാസം വിട്ടിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ പുതിയ കോട്ടൻ്റെ ചുരിദാറൊക്കെ മേടിച്ചു. നിലവിൽ ഞാൻ ഒന്നേ മേടിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട് നമുക്ക് യൂസ് ചെയ്തിട്ടെന്ന് നോക്കിയിട്ട് പിന്നെ മേടിക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെയാണ്. അപ്പം ഇവിടുന്ന് പോന്നിട്ടില്ല. നാളെ രാവിലെ ബാഗും കുടയും ഒക്കെ മേടിച്ചിട്ട് മെല്ലെ ഉച്ച കഴിഞ്ഞിട്ട് വിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും മക്കളെയും കൂട്ടിയിട്ടങ്ങ് ഇറങ്ങായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഒടുക്കമട്ട മഴ നമുക്ക് ഇതാക്കാം. ഞാനും അരുണും വാപ്പിയുടെ ആയിട്ട് ഇറങ്ങിയിട്ടാണ്. കുറച്ച് വീട്ടിലേക്കുള്ള പത്തിരിപ്പൊടി, അങ്ങനത്തെ പൊടി ഇങ്ങനത്തെ പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. അപ്പോൾ അരുണിന് പാൻറ് ഇല്ലാന്ന്. അപ്പോൾ വാപ്പി ഇറങ്ങുന്ന 2 പാൻറ് വാങ്ങാനാണ്. പാൻറ് വാങ്ങി ഞാൻ കയറി വെക്കുമ്പോൾ വാപ്പിക്ക് ഷർട്ട് ഇല്ലാന്ന്. അങ്ങനെ വാപ്പിക്ക് ഷർട്ട് വാങ്ങി. എൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചുരിദാറില്ലാന്ന് പറഞ്ഞു. ഞങ്ങളിടയിട്ട് പോയതില്ലാനും സമയം അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ ദിയെ കുറേ സമയം കിട്ടിയിരുന്നു കേട്ടോ. അരുണിൻ്റെ കൈമല്ല കഴിച്ചതിന് പൊട്ടിപ്പോയെന്ന് ചെറിയതൊന്ന് അടർന്ന് വീണു പോയി. അപ്പം പിന്നെയും അത് വെച്ചുകൊണ്ട് നിന്നാൽ ഇങ്ങനെ അടർന്ന് വീണു പോയാൽ നമുക്ക് നഷ്ടമാണല്ലോ. അപ്പം അവിടെ എത്തി നോക്കുമ്പം സംഭവം 2 പവൻ്റെ കഴിച്ചതിനായിരുന്നു. അവിടെ എത്തി നോക്കുമ്പോൾ 14,500 എന്ന് വെച്ചാൽ 14 ഗ്രാമും 500 മില്ലിയേ ഉള്ളൂ. 2 പവൻ്റെ അടുത്ത് പോലും ഇല്ല. ബാക്കിയൊക്കെ തൊഴിഞ്ഞു പോയി. അവർക്ക് കയ്യിൽ പൈസ കൂട്ടാനുള്ള സാഹചര്യം എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു വെയിറ്റിന് നമ്മൾ സാധനം ഓർഡർ ചെയ്ത് നാളെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അയ്യോ കണ്ണിൻ്റെ കാഴ്ച പോയേ മോളെ, ടോർച്ചടിയടി ഗൈസ്, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി ഗൈസ്. കോള് പിന്നെ എടുക്ക, കോള് സൈലന്റ് ആക്ക്. ഇങ്ങോട്ടുണ്ട. ആ മോനെ, കണ്ണിന്റെ കാഴ്ച പോയി. ആ കാഴ്ച വന്നേ. ഇത് കൊയിലാണ്ടി അല്ല, എൻ്റെ മക്കള് പറയാണ്. മക്കൾക്ക് 2 ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടടേ. കൊയിലാണ്ടി കറണ്ട് പോകുന്നതും വരുന്നതും ഇവരറിയുന്നത് പോന്നുള്ള മറ്റേ ഇൻവെർട്ടറിന്റെ സൗണ്ട് കൊണ്ടാ. ഇവിടെ നിന്നിട്ട് കറണ്ടില്ല എന്നും പറഞ്ഞിട്ട് എന്നതാ മോളെ. അരെ ഗൈസ്, വീട്ടിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു പപ്പായ ചെത്തിക്കൊണ്ടോന്ന് ഉമ്മയും മക്കളും എടുത്തങ്ങ് തിന്നുകയും ചെയ്ത് എനിക്കിട്ട് കിട്ടിയതുമില്ല. പപ്പായ, നമ്മുടെ നാടൻ പപ്പായ. പോവിടെ നല്ല മധുരം ഉണ്ടല്ലേ അമ്മ. അരുണേ, പാവമ്മ. ഞാൻ നാളെ തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്നപ്പം നമുക്ക് ഭയങ്കര വിഷമം. പപ്പായ ഇവിടെ ഉണ്ടായതാട്ടോ. അത് ഒരു തല ചെത്തിത്തരുന്ന്, മാങ്ങ ചെത്തിത്തരുന്ന്. അത് ഞാൻ വീട്ടിൽ നിന്ന് ഉറക്കത്ത് മാങ്ങക്കും പഴംപൊരിക്കൊക്കെ പറയൂന്ന് പറഞ്ഞിട്ട് മുൻകൂറായിട്ട് ചെയ്തു വെച്ചതാ. എന്നിട്ട് രാത്രി ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പപ്പായും മാങ്ങയും ചെത്തിത്തരിക. നാളെ പോകുന്നതിൻ്റെ ടെൻഷനാ ഗൈസ്. നാളെ പോണ്ടെന്നുള്ള ജകള. പിന്നെ നമ്മളെന്താ എന്നിട്ട് പറഞ്ഞ് അരുണിൻ്റെ കഴിച്ചതിന്. അപ്പം അത് അവിടെ പപ്പായന്ന് കുരു നോക്കുക കേട്ടോ. അതിന് മേക്കിംഗ് ചാർജ്, GSTയും ടാക്സും എല്ലാം കൂടി 10 രൂപയാണ് പറഞ്ഞത്. അതെല്ലാം എടുത്തു നോക്കുമ്പം എന്തോ കാലക്കേട് സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എവിടെയാ എന്താ എങ്ങനെയാ പോയിപ്പോയെന്നറിയില്ല. ഡയമണ്ടിൻ്റെ ഒരു കുളത്തെ പോയിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. അപ്പം അവിടുന്ന് ഒരു കുളത്തെയും മേടിച്ചു. അപ്പോഴാണ് ഞാൻ മൂക്കുത്തിയത്. ഞാൻ മാനേജറോട് ചോദിച്ചു, മൂക്കുത്തി ഇതേ മോഡൽ വേറെ ഏതെങ്കിലും കിടക്കുന്നുണ്ടോ. എൻ്റെ സിമ്പിളായിട്ട് ഒരു റിങ് മാത്രമായിരുന്നു. അപ്പം റിങ്ങിൻ്റെ മുകളിൽ ഒരു സ്റ്റോണുള്ള ഒരു റൗണ്ട് ഉള്ള സംഭവം.
ഉണ്ട് 18 ക്യാരറ്റിൻ്റെതാണ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. അയ്യോടാ മോനെ കുഞ്ഞേ, ഇത് പപ്പായ താഴെ പോയത് അല്ലേ ഇതിൻ്റെ മുകളിലോ? ആ താഴെ അല്ലേ? സംസാരിച്ച് എൻ്റെ പപ്പായൻ്റെ കഷ്ണം താഴെ പോയി. എന്താണെന്നറിയോ, വാപ്പിയൊരു പണ്ടത്തെ ചാരുകസേര ഉണ്ടല്ലോ, അതൊന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം മക്കളൊക്കെ ഏകദേശം ഇതിൻ്റെ മുകളിൽ കുത്തിരുന്നിട്ട് ചായയും ചോറടക്കം തിന്നു. ഇടത്തിൻ്റെ മോനായി ഇതുവരെ ഫോന് കഴിയുമ്പോൾ എണീറ്റ് പോയപ്പോൾ ഞാൻ അപ്പോൾ ഇതിലുണ്ടാക്കൽ ആക്കിയാലും ബാപ്പ ബുളു ബുളു എന്ന് പറയും. അതുകൊണ്ടാ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുണ്ട് കൈ കുത്താനുള്ള സ്പൂണില്ലേ? ഇതെന്ത് എന്തൊരു പോരാണിത്, കൂത്താനുള്ള സ്പൂൺ എടുത്തിരി. ഞാൻ ഇതിൽ പറയൂട്ടോ, ഒരു ഫൂണ് പോലും തരാത്ത ഫൂൺ ഉണ്ടല്ലോ. എന്റെ മോനോ മോളോ ആരോ ഒന്ന് പറയാ ഫൂണ് നയി. മാങ്ങക്ക് മധുരം ഉണ്ടോന്ന് വെച്ചാൽ പഞ്ചസാര കുത്തിക്കണം എന്നുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനും റോസ്, ചുമരും റോസ്. എന്താണെന്നറിയോ, എനിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ കല്യാണത്തിനാണ് പെയിന്റ് അടിച്ചത്. പിന്നെ ചുമരൊന്ന് ഈങ്ങുന്ന സമയത്ത് സെയിം പെയിന്റ് അടി കൊണ്ടൊരു ബാപ്പ തന്നെ കുതിരിനെ അടിക്കും. പിന്നെ പുറത്തുനിന്ന് പണിക്കാര വെച്ചിട്ടേ ഇല്ല. 16 വർഷമായി കളർ വെച്ച് നടക്കുന്നു. ഗൈസ് ഇത് കണ്ടോ, ആ കുത്തുന്ന ഇല്ലാത്തത് കൊണ്ട് കത്തി കൊണ്ടെത്തുന്നു. കത്തി വേണ്ട മോളെ, മോള് വേണേ കഴിക്കുവാ, വേണം കഴിച്ചോ. ഇന്നെൻ്റെ കുട്ടിക്കാലത്തുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഉമ്മാനെയും വാപ്പനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ ഉമ്മ ഒരു കവർ നിറയെ അവിടെ പറിച്ച മാങ്ങ കൊടുത്തയച്ചിട്ടുണ്ട്. പക്ഷെ പഴുത്തില്ലടോ. അപ്പം ഉമ്മ പറഞ്ഞാൽ എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന്. 2 ദിവസം ഇവിടെ ഒച്ചയും ബഹളവും എല്ലാം കൂടി ആയിട്ട് പെട്ടെന്ന് സൈലൻ്റ് ആയി പോവുകയാണല്ലോ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ എൻ്റെ ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കും. ഉമ്മനെ കുത്തറിന് ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി പറയും. മോളെ നിർത്തടി, അങ്ങനത്തെ ഒരു കഥ ഉണ്ടോന്നുള്ള എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ കള്ളത്തരം പറഞ്ഞു നമ്മൾ കള്ളത്തരം നല്ല പണ്ട് കുട്ടികളോട് നമ്മൾ പ്രായമായ ആൾക്കാരൊക്കെ കഥ പറഞ്ഞു കൊടുക്കൂലേ. ദൂരെ 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 ഒരു രാജാവ് ഉണ്ടായിരുന്നു, അതേപോലെ ഒരു കഥ പറയും. മൂപ്പത്തി ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് അടക്കത്തിരിക്കും. പിന്നെ വാപ്പി വന്നാൽ വാപ്പിനോടാവും തള്ളത്. വാപ്പിയൊക്കെ വിശ്വസിച്ച് വിട്ടിരിക്കുന്നേ. വാപ്പിയെ അന്ന് ബസ്സിൽ കയറിയിട്ട് അങ്ങനെ നാട്ടി ഓടിച്ചെടുത്ത് എന്നിട്ട് കേട്ട് മൂപ്പരങ്ങ് വിശ്വസിച്ച് വിട്ടിരിക്കും. രണ്ടാളെയും പൊട്ടന്മാരാക്കുക. അപ്പം പ്രായം 2 ദിവസം ഉണ്ടായാലും അരുണും ഇവിടെ നിന്ന് കോനെ എങ്ങോട്ടും പോകാനില്ല എന്നാണ്. ഒരാളുടെ ഏട്ടൻ്റെ മോനും ഉണ്ടായി. അങ്ങനെ എല്ലാം കൂടി സക്കടുണ്ട് കേട്ടോ. നമ്മുടെ മമ്മീൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകുമ്പം ശരിക്കും ഒരു വിഷമം തന്നെയല്ലേ. പക്ഷേ ജീവിതം നാടകമാണോ എന്ന് ചോദിച്ചാൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്. നല്ല ആക്ടിങ് ആണ് പലരെ പറ്റിയും പറയുന്നു. ഇനിയിപ്പോൾ വേണ്ട, എന്നെപ്പറ്റി തന്നെ പറയുന്നുണ്ട്. അടിപൊളി ആക്ടിങ്ങാ കളിയാക്കിയിട്ടൊക്കെ പറയാറില്ലേ. ഇവിടെ നമ്മളൊക്കെ സിനിമയിലല്ലാതെ ജീവിതത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ ഞാൻ എൻ്റെ മകളാണ്, അല്ലമ്മാൻ്റെ മകളാണ്. ആ കുട്ടിത്തം, ആ ഒരു കളി 33 ഞാനിപ്പോൾ ഉമ്മാനോട് പറഞ്ഞു എന്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ 33 വയസ്സായി ഉമ്മ. ആ 33 വയസ്സിൻ്റെതല്ല ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇവിടെ വന്നാൽ
ഒരു 3 വയസ്സിൻ്റെ പക്വത പോലും ഞാൻ കാണിക്കില്ല. ഉമ്മ എൻ്റെ അടുത്തല്ലേ ഇതേപ്പെടാ മാങ്ങ ചെത്തി കൊണ്ടുപോയി തന്നു. രാത്രി ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു 3ൻ്റെ കളിയാണ് നമ്മളിവിടെ കളിക്കുക. 33ൻ്റെതല്ല, വെറും 3ൻ്റെതേ കളിക്കുക. പക്ഷെ നാളെ രാത്രി ഞാൻ കൊയിലാണ്ടി എത്തിയാൽ 33 കൂട്ടി 66ൻ്റെ ഞാൻ അവിടെ സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരല്ലേ. ഇങ്ങനെയാണ് ഓരോരുത്തരെയും കഥ. പുളി കിട്ടും. ഇത് താമരശ്ശേരി പോയപ്പം കഴിച്ചു. ഈ കാറ്റടിക്കുന്ന കണ്ടപ്പം വിചാരിച്ചു എല്ലാം കൂടി അങ്ങ് കൊണ്ടുപോയി കറക്കാതെ. അപ്പം അങ്ങനെയാണ് പുനരു വിശേഷങ്ങളൊക്കെ. രാവിലെ തൊട്ട് ഇവിടുന്ന് ചുമ്മാ കറക്കും. ഒന്നാമത് ഇവിടുന്ന് പോയതും അനങ്ങിയാ കറണ്ട് പോകും. അങ്ങനത്തെ ഒരു ഏരിയയാണ്. പക്ഷെ അറിയില്ല, നെറ്റും കിട്ടുന്നില്ലടേ. ഞാൻ അമ്മേൻ്റെ മോളുണ്ട്, മരുകളുണ്ട് മുമ്പ് തന്നെ അവിടെ പോയി. ആർക്കമ്മ ഇല്ല എന്താ മാണ്ടേ ഇവിടെ സോഫിയെ മാണ്ടേ. ഞാൻ വീഡിയോ ചെയ്തിട്ടേ സോഫിയെ. എൻ്റെ ഷാജി പറഞ്ഞോണ്ടെന്ന് ചോദിക്കില്ല, ഞാൻ പറയാ. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് ഇയാക്കാൻ മുട്ടുന്നില്ല. ഇത്രയും നേരം ഞങ്ങൾ കറങ്ങി വന്ന് 5:30 മണിക്കാണ് വന്നത്. അപ്പം സമയം എത്ര 8:30 9 മണി എങ്ങാനല്ലേ. ഇതുവരെ ഉമ്മാനോട് കുത്തിന് കഥ പറഞ്ഞതാ. ഒരു 10 മിനിറ്റ് നിങ്ങളോട് കഥ പറഞ്ഞപ്പോൾ നമുക്ക് കുശുണ്ട്. അല്ലാത്ത ജാതി തന്നെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നാളെ കൊല്ലാണ്ടി എത്തിയിട്ട് പരദൂഷണവും ഗുളിക കൊടുക്കും. അപ്പം ലൈവിൽ വന്ന് ഗുളിക കുടിയാറില്ല. ഇവിടെ അതിന് പറ്റത്തില്ലടേ. നാളെ കൊല്ലാണ്ടി എത്തിയിട്ട് ആദ്യം ലൈവ്. കബിലും ചെറിയ ടെൻഷൻ. സ്കൂളൊക്കെ തുറക്കുന്നല്ലേ, ഇനിയിപ്പം വരുമെന്നുള്ള ചോദ്യമാണ്. പുളി ഉണ്ടോ? ഉണ്ട്. ഇല്ല ഇല്ല. എന്നുള്ള വാപ്പിനോട് തന്നെ വാപ്പിയെ നല്ല മധുരമുള്ള മാങ്ങ തിന്നാൻ തോന്നുന്നു. പീടികയിലുള്ളവൻ പറഞ്ഞ് സിന്ദൂരോ മറ്റേ സുമംഗലിയോ ആരോരും ആളാകും. ഭയങ്കര മധുരാന്ന് അന്ന്. മോളെ ബാക്കി എടുത്ത് തിന്നാള്. പക്ഷെ പപ്പായ അടിപൊളിയാണ്. രാവിലെ അരുന്ന് ഒടിച്ചു തന്നെയാണ്. പക്ഷെ ഓനൊരു കഷ്ണം പോലും കിട്ടിയില്ല. എന്നുവെച്ചാൽ ഓൻ ഉറങ്ങിപ്പോയി. കൈ കഴുകുന്നതിന് ഇവിടെ വേസ്റ്റ് മുണ്ടുണ്ടായി. അപ്പം അങ്ങനെയാണ്. അതിനെല്ലാവരും ബ്ലാക്ക് മൂക്കുത്തിട്ടപ്പം എല്ലാവരും കുറ്റം പറഞ്ഞു. ഗോൾഡ് ഇട്ടപ്പം കുറ്റം പറഞ്ഞതൊക്കെ രസമുണ്ടെന്ന് പറഞ്ഞു. മോക്ക് കണ്ട് ടയേർഡായിട്ട് തോന്നുന്നില്ലേ? നല്ല ടയേർഡാണ്. എനിക്കെന്തോ ഇവിടുത്തെ കാലാവസ്ഥയും പോരാത്തതിന് ഇവിടുന്ന് കിടക്കുമ്പോൾ എനിക്ക് അങ്ങനെ പൊട്ടി ഉണ്ടാക്കി പറയുന്നില്ല കേട്ടോ. നമ്മുടെ വീട് പഴയ വീടും പഴയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. എൻ്റെ അവിടെ ഉറക്കത്തിന് ഞാൻ കുറച്ച് മുൻഗണന കൊടുക്കുന്ന ആളാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് തിന്നാൻ ഭക്ഷണമുണ്ടോ ഉടുക്കാൻ ഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം നീ സേഫായിട്ടാണോ ഉറങ്ങുന്നതെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ഇത്
അടിച്ചുറപ്പുള്ള വീട്ടിലാണോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതല്ല, നീ സേഫായിട്ടാണോ, നീ കംഫർട്ടായിട്ടാണോ ഉറങ്ങുന്നതെന്ന് ചോദിക്കുന്നത് ഉറക്കിന് വാല്യൂ കൽപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എൻ്റെ പിള്ളേരോ ഇനിയിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഉമ്മയോ ആരും വിളിക്കൂല. അത് എപ്പോഴാണോ ഉറങ്ങുന്നത് ആടെ ഉറങ്ങിക്കോട്ടെ എന്ന് പറയുള്ളൂ. അത് ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാനൊക്കെ റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഞാൻ എവിടെ കിടന്നുറങ്ങുന്നത് വെച്ചാൽ അപ്പോൾ ഒക്കെ അവർ ക്യാൻസൽ ചെയ്യാന്നല്ലാതെ എന്നെ ഉറക്ക് വിളിച്ചുണർത്തൂല. അത് കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയാണ് കേട്ടോ. കാരണം ഞാൻ വരരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് അങ്ങനെയാണ്. പണ്ടൊക്കെ പുലർച്ചെ വരെ സുബഹി വാങ്ങി കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ വരച്ചിരുന്നൊരു കാലമുണ്ട്. അപ്പം ആ കാലം അങ്ങനെ വരച്ചിരിക്കാൻ നിങ്ങൾ വിചാരിക്കും അത്രമേൽ ഇതായിട്ട്. അതല്ല, അന്ന് എൻ്റെ മോള് ചെറുതാണ്. അപ്പോൾ ഇതിനോടുള്ളൊരു ക്യൂരിയോസിറ്റി, ഇത് ഒരു വർക്ക് തുടങ്ങിയാൽ തീർക്കാനുള്ളൊരു സംഭവം, പിന്നെ അങ്ങനത്തെ ഒരു ഫസ്റ്റ് നമ്മൾ ഈ രംഗത്തേക്ക് വരുമ്പം ഭയങ്കര ഒരു ഇതായിരിക്കുമല്ലോ. അപ്പം മകൾ ഉറങ്ങുന്ന സമയത്തേ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രി ഇരുന്ന് വരയ്ക്കും. പക്ഷേ രാവിലെ അവളെയും കൊണ്ട് നടക്കുമ്പോൾ ഉറക്കില്ല. അങ്ങനെ BP ഒക്കെ കുറഞ്ഞ് ഹോസ്പിറ്റലിലൊക്കെ ആയി പല പ്രാവശ്യം ആയിട്ടുണ്ട്. പല പ്രാവശ്യം ഡോക്ടർമാർ പറഞ്ഞു അവളെ ഉറക്ക് അത് കളയരുത്, മിനിമം 6 മണിക്കൂറെങ്കിലും അവൾ ഉറങ്ങിയേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയെല്ലാം കൂടി ആയതുകൊണ്ട് ഉറക്കിന് വാല്യൂ കൽപ്പിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പിൽ അതിൻ്റേതായിട്ടുള്ള കിടക്ക, അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, എനിക്ക് സ്പെഷ്യലായിട്ടുള്ള പുതപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് വന്നപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഉറക്ക് ഞാൻ ഇന്നലെ കുറച്ചൊരു ബാക്കൗട്ടാണ്. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് ഇവിടെ നിൽക്കാനും പറ്റുന്നില്ല. ഫുള്ളായിട്ട് കിട്ടിയാലും മതി, ആദ്യം പോയിട്ട് കിടന്നു ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നെ ഇങ്ങനെ. അപ്പം എന്നാൽ പിന്നെ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനും ഒരാൾക്ക് എന്താ പറയുക ഒരു വഴി കാട്ടി. അതിന് സന്തോഷമുള്ളൂ കേട്ടോ. എനിക്ക് മറ്റുള്ള മാതിരി എടി നീ ഞാൻ ചെയ്യുമ്പോഴല്ലേടി ചെയ്ത് എന്ന് പറയുന്നതിനെക്കാട്ടിലും സന്തോഷം ആൾക്കെങ്കിലും ഞാൻ കാരണം എടോ ഇതൊന്നുകൂടെ വരുമാനമല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇപ്പം ആയിട്ട വ്യക്തിക്ക് മനസ്സിലായി കാണും എനിക്ക് എന്തുകൊണ്ടാണ് ഒരു മാസം ഇത്രത്തോളം പൈസ കിട്ടുന്നത്. നമ്മൾ അടിഞ്ഞ ഓരോരോ ഷോർട്ട്സ് വീഡിയോ ഇടുമ്പം ആ ഷോർട്ടാണ് നമുക്ക് വലുതിനേക്കാട്ടിലും പൈസ കിട്ടുന്നത്. അതൊക്കെ ചിന്തിക്കുന്നില്ല. അത് മനസ്സിലായപ്പം ഒന്ന് ചിന്തിച്ച് നോക്കൂ. കുറച്ച് അങ്ങോട്ടെത്തുമ്പം എങ്ങനെയാണ് പൈസ വരുന്നത് എന്നുള്ളത് തനിയെ അങ്ങ് മനസ്സിലാവും. അല്ലാതെ ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പുറത്ത് ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവർക്കൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവില്ല. അതാണ്. ഓക്കെ.